ടി.പി. വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാരിന്റെ ശ്രമം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടും കുറ്റവാളികളെ പുറത്തിറക്കാൻ, രക്ഷപ്പെടുത്താൻ വീണ്ടും സർക്കാർ തലത്തിൽ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവായാണ് ജയിലിലേക്ക് എത്തിയ കത്തിനെ കാണാൻ കഴിയുന്നത്. കേവലം ഒരു ഔദ്യോഗിക നടപടി എന്ന ലേബലിൽ ജയിൽ ആസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിലേക്ക് പോയ ഈ കത്ത് ഈ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമാണ് തുറന്നുകാട്ടുന്നത്. ടി.പി. വധക്കേസിൽ തടവിൽ കഴിയുന്ന പ്രതികൾക്ക് വിടുതൽ നൽകി പുറത്തുപോയാൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പരിശോധിച്ച് അറിയിക്കുമല്ലോ എന്നാണ് ജയിൽ ആസ്ഥാനത്ത് നിന്നും എല്ലാ സെൻട്രൽ ജയിലുകളിലേക്കും അയച്ച കത്തിൽ ചോദിക്കുന്നത്. ഇതിനു മുൻപും പലതവണ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും മുൻപ് രക്ഷപ്പെടുത്താമെന്നൊരു വാക്കോ ഒരു ധാരണയോ ഒരു കരാറോ ഒപ്പിട്ടുണ്ടോ എന്ന സംശയം തോന്നുന്ന തരത്തിലാണ് വീണ്ടും ആ ശ്രമം സർക്കാർ തുടരുന്നത്. സാധാരണ ഒരു ജയിൽ എഴുത്തുഭാഷയായ വിടുതൽ എന്ന് തന്നെയാണ് കത്തിലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പരോളിനാണെങ്കിൽ ഇത്തരമൊരു കത്തിന്റെ ആവശ്യമില്ല. കാരണം ഏത് ജയിലിലാണോ ഉള്ളത് ആ ജയിലിലെ ഉപദേശക സമിതി ഇവരുടെ പരോൾ അപേക്ഷ പരിഗണിച്ച് അവരെ വിട്ടയക്കാവുന്നതാണ്. പ്രാദേശികമായി അവരുമായി ബന്ധപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ് പതിവ്. 1 വർഷം 60 ദിവസം വരെ പരോൾ നൽകുക എന്നത് ജയിൽ ചട്ടത്തിന്റെ ഭാഗവുമാണ്. അതിൽ ഇത്തരമൊരു കത്തിന്റെ ആവശ്യകതയുമില്ല. വിട്ടയക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ ശിക്ഷ ഇളവിന് ശ്രമിക്കുന്നു എന്ന സംശയമാണ് ഇതിലൂടെ ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇതൊരു അസാധാരണമായ വഴിവിട്ട നീക്കമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പ്രതികളെ 20 വർഷം വരെ യാതൊരു ശിക്ഷാ ഇളവിനും പരിഗണിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഇരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം. ഇവരുടെ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ കുറ്റവാളികളെ കാണുന്ന ഇവരെയാണ് വീണ്ടും പുറത്തിറക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നത്. നിങ്ങൾ ഹൈക്കോടതിയെ വെല്ലുവിളിക്കുകയാണോ എന്ന് സർക്കാരിനോട് ചോദിക്കേണ്ടി വരും. പ്രതികളുള്ള ജയിലിൽ മാത്രമല്ല, എന്തിനാണ് എല്ലാ സെൻട്രൽ ജയിലുകളിലേക്കും കത്തുകൾ അയക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. തൃശൂരിലെ വിയൂർ ജയിലിലേക്കും ജയിൽ സൂപ്രണ്ടുമാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രതികളെ പുറത്തുവിട്ടാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടോ എന്നാരാഞ്ഞാണ് കത്ത്. ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് മാത്രം എന്താണ് ഇത്തരം ഒരു സുരക്ഷാ പരിശോധന? 1 വർഷം മുൻപ് കൊടിസുനി അടക്കമുള്ള 6 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം നടത്തിയിരുന്നു. രഹസ്യമായിട്ടായിരുന്നു അന്ന് അത് നടത്തിയത്. പക്ഷേ എന്നാൽ അതോടുവിൽ പുറത്തായി, നിയമസഭയിൽ ചർച്ചയായി, സർക്കാർ മലക്കം മറിഞ്ഞു. അങ്ങനെ ഒരു നീക്കം ഇല്ല എന്ന് പറഞ്ഞ് കത്ത് പിൻവലിപ്പിച്ചു. അതിനുശേഷം സർക്കാർ ചെയ്തതെന്താണ്? ആരാണ് ഇവരെ പുറത്തിറക്കാൻ ശ്രമിച്ചതെന്ന് അന്വേഷിക്കാതെ കത്ത് എങ്ങനെ പുറത്തായി എന്നുള്ള അന്വേഷണമാണ് നടത്തിയത്. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തം, എപ്പോഴും ടി.പി. വധക്കേസ് പ്രതികളോട് സർക്കാരിന് പ്രത്യേക സ്നേഹവും കരുതലും വാത്സല്യവും കൂറുമൊക്കെയുണ്ട്. അതിന്റെ തുടർച്ചയാണോ ഈ പുതിയ കത്ത്? ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായോട് കത്തിനെ പറ്റി ചോദിക്കുമ്പോൾ വിചിത്ര വിശദീകരണമാണ് അദ്ദേഹവും തരുന്നത്. ഇത് വളരെ സാധാരണമാണെന്നും ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പുറത്തിറങ്ങുന്നതിനോ പരോളിനോ ഒക്കെ അനുമതി നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ള കത്ത് മാത്രമാണെന്നാണ് ജയിൽ മേധാവിയുടെ വാദം. ഈ ന്യായീകരണം നിലനിൽക്കില്ല. കാരണം ഒട്ടേറെ മറ്റു പ്രതികൾ ജയിലിൽ ഉണ്ടായിട്ടും അവർക്കൊന്നും കത്ത് വരുന്നില്ലല്ലോ എന്നതും ആലോചിക്കേണ്ടതാണ്. എല്ലാ സമയത്തും ടി.പി. വധക്കേസ് പ്രതികൾക്ക് സർക്കാരുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നത് തന്നെയാണ് സത്യം. ജയിൽ വകുപ്പിന്റെ ഈ നടപടി, ആ നടപടി നിർദ്ദേശിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി, ഇവരൊക്കെയും ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്.